വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു പ്രത്യേകതയുള്ളൊരു സബ്ജക്റ്റായിട്ട് തോന്നി. പ്രകമ്പനം ശ്രീഹരി വിജയിച്ചും കൂടെയായിരുന്നു ഈ പടം എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു പടം. അതുപോലെ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ശ്രീധരനായാലും സുധീഷിൻ്റെ മീശമാധവൻ പോലും സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളെ പോലും ഒരു ചെറിയ യൂത്ത് ആൾക്കാരോട് വന്നിട്ട് ഒരു പടം ചെയ്യുകയാണ്. പക്ഷേ എന്നാൽ പോലും പുള്ളി എപ്പോഴും നമ്മുടെ അടുത്ത് വന്നത് വളരെ പ്രസൻറ്റായിട്ട് എനർജിയോടെ നമ്മളിവിടെ ഒരു മുഖത്തൊരു പ്രശ്നങ്ങളൊന്നും ഒരു കാണിക്കാതെ നമ്മളോട് ഹാപ്പി ആയിട്ടാണ് ഈ ഷൂട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ കാർത്തികേയൻ, നവരസ, അപ്പോൾ ആദ്യം പ്രൊഡ്യൂസറോടും നന്ദി പറഞ്ഞു, ഡയറക്ടറോടും റൈറ്ററോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ 30 തീയതി വരെയാണ് തിയേറ്റേഴ്സിൽ. ഇപ്പോൾ വന്ന് എല്ലാ എന്താ പറയണ്ടേ, ഇതിൻ്റെ ട്രെയിലറായാലും പാട്ടായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം 30 തീയതി എല്ലാവർക്കും തിയേറ്ററിലോട്ട് കാണാം. താങ്ക് യു. ഹായ്, ഭയങ്കര സന്തോഷം എല്ലാവരും കൂടി എത്തിച്ചേരുന്നു. നന്ദി. ഈ പടത്തെ പറ്റി ആധികാരികമായിട്ട് എല്ലാവരും സംസാരിച്ചതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീധരനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും വിജയശേട്ടനാണെങ്കിലും ഒക്കെ സംസാരിച്ചതിന് കൂടുതൽ ഇതിനെ പറ്റി എന്ത് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് അത് വിലയിരുത്തണം. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനെക്കാട്ടും വലിയ പ്രതീക്ഷ ഓഡിയൻസിന് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പടത്തിൻ്റെ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും ഇറങ്ങിയ സോങ് ആണെങ്കിലും എല്ലായിടത്തും എത്തുമ്പോൾ വലിയൊരു ചർച്ച സിനിമയ്ക്ക് ഉള്ളിലുണ്ട്. ഈ പടം നന്നായി വന്നിട്ടുണ്ടെന്ന് സിനിമയിൽ വരയ്ക്കുന്ന എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ഒരു ചർച്ച 30-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസും അത് കണ്ടിട്ടാവട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു സിനിമയായി മാറട്ടെ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ 30-ാം തീയതി പിടയ്ക്കുകയാണ്. അത്രയുള്ളൂ. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ പടത്തിൽ ഇതൊരു മെയിൻ റോളാണ് എനിക്ക് വിജയിച്ചായിട്ട് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും സുബ്രഹ്മണ്യനും ഒക്കെ വീഡിയോസ് ചെയ്ത് എങ്ങനെയായാലും സിനിമയിലെത്തണം എന്ന് പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്ക് ഒരു ചിന്തയുണ്ട്, ഈ വീഡിയോസ് ചെയ്യുന്നവന്മാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിലോട്ട് എടുത്തിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പണ്ട് എങ്ങനെയാണോ ഈ മിമിക്രിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വന്നത്, അതുപോലെയാണ് ഇപ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലെത്തുന്നത്. അപ്പം അത് ഈ ഒരു സിനിമ കൊണ്ട് മാറും. കാരണം ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എൻ്റെ സുബ്രഹ്മണ്യനെയൊക്കെ ഈ പടത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പടം കണ്ടത് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടതാണ്. കാരണം ഒരുപാട് സ്പോട്ട് ഇംപ്രൂവൈസേഷൻ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് ചെയ്യാനും പറ്റി. ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ച നമ്മൾ കണ്ടൻറ്റുകൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഹായ്, ഇതൊക്കെ എനിക്ക് പറയുള്ളൂ. ജാനുവരി 30 റിലീസാവാനായി ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്. അപ്പോൾ ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇപ്പം എന്തെങ്കിലും ഞാൻ മാത്രമല്ല, ഇതിന് 2-3 ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. ഗായത്രി, അനഘ, കുറച്ച് പേരും കൂടി ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു പ്രകമ്പനത്തിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഇനി ഞാനായിട്ട് ഇത് അടിപൊളിയെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 30-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിവ്യൂ തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ചെറിയൊരു മൊബൈൽ സ്ക്രീനിൽ കൊള്ളുന്ന രീതിയിലൊരു വീഡിയോ ചെയ്ത് നിൽക്കുന്ന എന്നെയും അമീനെയും സനേഷിനെയും പോലെയുള്ള വ്യക്തികളെയൊക്കെ ഇതുപോലുള്ള വലിയ കഥാപാത്രങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർ കാണിച്ചൊരു മനസ്സ്, അതിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. കാരണം പലർക്കും ഇങ്ങനൊരു ഡൗട്ടുണ്ട്, ഇതുപോലെ റീൽസൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആ റീൽസിൻ്റെ മീറ്റർ ആയാലും ഇപ്പോൾ സ്റ്റേജ് ഷോയിൽ കാണിക്കുന്ന മീറ്റർ ആണെങ്കിലും സിനിമയിലുള്ള മീറ്റർ ആണെങ്കിലും എല്ലാം പലതാണ് ആക്ടിങ്ങിൻ്റെ. അപ്പം റീൽസിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതായിരിക്കത്തില്ല സിനിമയിൽ വേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കി ഇപ്പോൾ ഒരു നല്ല ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ
ചെയ്യിപ്പിച്ചെടുക്കാം, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളെ വിളിച്ച് സിനിമയിൽ വിളിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് നല്ലൊരു കഥാപാത്രം തന്നു. നമ്മളത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണ്, വിജയം എന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുന്നു. ഈ പടം 100% വിജയിക്കും. ഇതിപ്പോൾ നമ്മൾ അഭിനയിച്ചതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മളിപ്പോൾ ഒരുപാട് ഞാൻ ഒരുവിധമുള്ള എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സിനിമയും വ്യക്തിപരമായിട്ട് കണ്ട് എൻ്റേതായ രീതിയിലുള്ളൊരു അഭിപ്രായം ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് 100% ഉറപ്പാണ് വിജയിക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്കും മുൻനിരയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. ഞാനും ഇതുപോലെ ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഷോസിലോട്ടൊക്കെ മിമിക്രിയൊക്കെ ചെയ്തിട്ടാണ്, ഇതുപോലെ നാടകങ്ങളൊക്കെ ചെയ്താണ് കലാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നെ ഒരു 4 സിനിമ ചെയ്തതിന് ശേഷമാണ് പല്ലി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയതും. അതിലൂടെയാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദിച്ചേട്ടൻ വിളിച്ചിട്ട് എടാ വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിളിക്കും, വന്ന് സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം വിജേഷ് ചേട്ടൻ വിളിച്ചു, കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ വന്ന് കഥയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഓർത്തു വേറെ ആരോ ചെയ്യാൻ വെച്ചൊരു കഥയാണെന്ന് ചോദിച്ചൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിജേഷ് ചേട്ടനോട് ചോദിച്ചു ഇതാരാ ചെയ്യുന്നത്, എന്നോടൊന്നും നീയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പോലും ധൈര്യമില്ല, കാരണം നമ്മൾ റീഡൊക്കെ ചെയ്യുന്നത് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഓൺ കണ്ടന്റാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് പുള്ളിയുടെ വലിയൊരു സ്ക്രിപ്റ്റാണ്, വലിയൊരു ക്യാരക്ടറാണ്. എത്രമാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും ജനുവരി 30 തിയേറ്ററിൽ ചെന്ന് കണ്ട് വിലയിരുത്തുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അത്രമാത്രം പറയാനുള്ളൂ. താങ്ക് യു. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ സമയം വരെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ പേരെടുത്ത് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ പോലും എനിക്കിവിടെ പേരെടുത്ത് പറയുന്ന കുറച്ച് പേരുണ്ട്. അശ്വിൻ, വല്ലഭൻ, അതുപോലെ തന്നെ നമ്മുടെ നന്ദു ഏട്ടൻ, അതുപോലെ ശശി ഏട്ടൻ, കമലാഷ് ഏട്ടൻ. ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ഈ സിനിമ. ശരിക്കും ഈ പടം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. കാരണം അത്രയും നല്ല ടീം വർക്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അല്ലേ, ഒരു 2 വാക്ക് സംസാരിക്കാൻ അതിൻ്റെ റൈറ്റർ ശ്രീഹരിനെ, ആളെപ്പോഴും ഒതുങ്ങി സൈലൻ്റായിട്ടിരിക്കും. വളരെ നല്ലൊരു ഫ്യൂച്ചറിലുള്ള റൈറ്ററാണ് ശ്രീഹരി. ഈ പടത്തോടെ എല്ലാവർക്കും ബോധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീഹരി, പ്രകടനത്തിൻ്റെ റൈറ്ററാണ്. ആദ്യത്തെ വർക്കാണ്. അപ്പോൾ വിജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വേറൊരു പ്രൊജക്റ്റിലാണ് ആദ്യം കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ വിജയ് ചേട്ടൻ ഇങ്ങനൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്താലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് പ്രകമ്പനം തുടങ്ങിയത്. എടുത്തു വന്നപ്പോഴേക്ക് ഭയങ്കര രസമുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് പറയുക, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഉറപ്പുണ്ട്. താങ്ക്സ്. അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കാനുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നമ്മളെ വിട്ടുപോയൊരു വലിയ കലാകാരൻ, എല്ലാവർക്കും അറിയാം, നമ്മുടെ കലാഭവൻ നവാസ്കയുടെ അവസാനത്തെ ഡേ ഓഫ് സീൻ നമ്മൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. വളരെ നന്നായിട്ട് വന്നൊരു സീൻ. ലാസ്റ്റ് ഡേയിൽ അത് ഷൂട്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അന്ന് രാത്രി നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതൊരു വലിയൊരു ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് മൊത്തം കിടപ്പുണ്ട് ഈ സിനിമയിൽ. പക്ഷേ എനിക്ക് ഈ സിനിമ ഇറങ്ങുന്നതോടെ അതിലൊരു എന്താ പറയുക, ഒരു ചെറിയ സന്തോഷം നമുക്ക് ഈ സിനിമയുടെ. കാരണം അന്ന് നല്ല രീതിയിൽ എൻ്റെ ഫാദറിൻ്റെ കഥാപാത്രമാണ് നമസ്കാർ ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതും എല്ലാവർക്കും കാണാൻ പറ്റും നമുക്ക് തിയേറ്ററിൽ. താങ്ക് യു. റിജോഷ്. റിജോഷ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ പേര് റിജോഷ്.